പഠിച്ച് ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. കായംകുളത്ത് എം.പിയുടെ പൊൻതൂവൽ 2025 എം.പി. മെറിറ്റ് അവാർഡ് രണ്ടാം ഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പഠിച്ച് ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് സംസ്ഥാനം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. കായംകുളത്ത് എം.പിയുടെ പൊൻതൂവൽ 2025 എം.പി. മെറിറ്റ് അവാർഡ് രണ്ടാം ഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ. മിടുക്കരും മിടുക്കികളുമായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോഴത്തെ പുതിയ വിദ്യാർത്ഥികൾ എടുത്തു നോക്കിയാൽ അവരുടെ IQ ലെവലും വളരെ നല്ലതാണ് എന്നുള്ളതിൽ സംശയമില്ല. അവരെല്ലാം മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥികളാണ്. അവരോട് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം, അത് നാളെയെക്കുറിച്ചുള്ള അവരുടെ ഉത്കണ്ഠയാണ്. ഉന്നതമായ വിജയം വാങ്ങി ജയിച്ചാലും ആ ജയിക്കുന്ന വിജയത്തിന് സമ്മാനമായിട്ടുള്ള ഒരു ജോലി, ജീവിത സാഹചര്യങ്ങൾ അവരിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്. പല വീടുകളിലും ഇന്ന് മക്കളില്ല. അവർ ഗൾഫിലോ യൂറോപ്പിലോ US-ലോ പാരീസിലോ ഒക്കെ തന്നെ പഠനത്തിന് വേണ്ടി പോകുന്ന അവസ്ഥ, പിന്നീട് പഠനം കഴിഞ്ഞ് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്ന അവസ്ഥ. ഇത് കുറെ പേര് രക്ഷപ്പെടുന്നുണ്ടാവും, പക്ഷെ കുറെ പേര് രക്ഷപ്പെടാതെ ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു വലിയ പ്രതിസന്ധിയാണ് കേരളം ഇന്ന് നേരിടുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമാകില്ല. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അലകും പിടിയും മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായ ശൈലിയിൽ പഠിപ്പിച്ച് അവർക്ക് സ്കില്ലൊന്നും കൊടുക്കാതെ പഠിപ്പിച്ച് പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സർക്കാരുകൾ ഫലപ്രദമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കേണ്ടത്, മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. ഒരു വിദ്യാർത്ഥി അത് BTech ആകട്ടെ, MBBS ആകട്ടെ, MTech ആകട്ടെ, MBA ആവട്ടെ, BBA ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളാകട്ടെ, പഠിച്ച് പാസ്സായിട്ട് ഇറങ്ങിയാൽ ആ പഠിക്കുന്നതോടൊപ്പം അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു സ്കില്ലിലേക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയുന്ന, അത് കഴിഞ്ഞാൽ അവർക്ക് ആരുടെ മുന്നിലും തലകുനിക്കാതെ ജീവിക്കാൻ കഴിയാവുന്ന ഒരു നല്ല ജീവിതാന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന, ജോലി സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രതിജ്ഞയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അവിടെയാണ് ഏറ്റവും കൂടുതൽ. ഞാൻ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അവർക്ക് വീടില്ലാത്ത സഹപാഠിക്ക് വീട് വെച്ചു കൊടുക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് സഹായിക്കുന്ന, അവരെ വെച്ചു കൊടുക്കുന്ന കോളേജും സ്കൂളും മുൻകൈ എടുത്താൽ സഹായിക്കുന്നവർ. ആഹാരം കഴിക്കാനില്ലാത്ത കുട്ടിക്ക് സ്വന്തം പൊതിച്ചോറ് നൽകി അവരുടെ ആഹാരം ഷെയർ ചെയ്യുന്ന കുട്ടികളെ കണ്ടു. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമുക്ക് പകർന്നു തന്ന, ക്യാമ്പസ് പകർന്നു തന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം സഹപാഠിയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ. അത് ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയം നോക്കിയല്ല. സഹപാഠി ഒരേ ബെഞ്ചിലിരിക്കുന്നവൻ എന്നുള്ള ഒറ്റ ബന്ധത്തിന്റെ പുറത്ത് നന്മയുടെ ഏറ്റവും വലിയ വടവൃക്ഷം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ക്യാമ്പസ് എന്ന്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും തൊഴിലും തേടി ഇപ്പോഴത്തെ തലമുറ വിദേശത്തേക്ക് ചേക്കേറുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അലകും പിടിയും മാറ്റേണ്ട സമയമായി. നൈപുണ്യ വികസനത്തിൽ ഊന്നിയ വിദ്യാഭ്യാസ രീതിയാണ് നാടിനാവശ്യം. പരമ്പരാഗത രീതികൾ മാറണം. അക്കാദമിക് വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം ഒരു തൊഴിൽ മേഖലയിൽ പ്രാവീണ്യം നേടി തലമുറയെ വാർത്തെടുക്കുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റം സാധ്യമാകുക. ഇതിനെക്കുറിച്ച് സർക്കാരുകൾ ഗൗരവമായി ആലോചിക്കണമെന്നും എം.പി. പറഞ്ഞു. സമൂഹത്തിന്റെ നന്മയ്ക്കായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നത് കൂടിയാകണം വിദ്യാഭ്യാസം. ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന മാനവികത ഉൾക്കൊള്ളുന്ന തലമുറയെ സൃഷ്ടിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥവത്താകുകയുള്ളൂ. അങ്ങനെയുള്ള തലമുറയ്ക്ക് ഗാസയിൽ പിടഞ്ഞു വീഴുന്ന കുട്ടികളുടെ ദുഃഖം കണ്ടാൽ മനസ്സ് പിടയുമെന്നും വേണുഗോപാൽ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.